സാറേ, ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നിന്നു. അതുമായി ബന്ധപ്പെട്ട് പല പണപ്പിരിവുകളും നടന്നു അവരെ സഹായിക്കാനായി. അതിൻ്റെ ഭാഗമായി തന്നെ ആലപ്പുഴയിലും CPM-ൻ്റെയും DYFIയുടെയും പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് നടത്തി. അവർ 1 ലക്ഷത്തിലധികം രൂപ പിരിക്കുകയും ചെയ്തു. നിലവിൽ അവർ ആ പൈസ തട്ടിയിരിക്കുകയാണ്. പതിവ് പല്ലവി. നാം 2018-ലും ഇത്തരത്തിൽ പല വെട്ടിപ്പുകളും കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെ ബിരിയാണി ചലഞ്ചിലൂടെ ഈ പാവപ്പെട്ട വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ പൈസയെ അവർ തട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 3 പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് പോലീസ് ആലപ്പുഴയിൽ. എന്താണ് സാറിന് തോന്നുന്നത്? ഈ എലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി എന്നൊരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CPM എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിടിച്ചു പറിക്കുന്നവരാണ്. അതാണ് നമ്മൾ 2018 ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ. അന്ന് അവർക്ക് ഉത്സവമായിരുന്നു. ഈ പ്രകൃതി ദുരന്തങ്ങളും ഇത്തരത്തിലുള്ള പ്രളയവും ഒക്കെ വരുന്നത് ഇവർക്ക് വലിയ ഉത്സാഹമാണ്. അവർക്ക് ഉത്സവ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ വയനാട് ദുരന്തം കഴിഞ്ഞ ഉടൻ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ദുരിതാശ്വാസ നിധി തുറന്നു വച്ചിരിക്കുകയാണ്, അതിലോട്ട് എല്ലാവരും നിക്ഷേപിച്ചോളുക എന്ന് മുഖ്യമന്ത്രിയുടെ. അതെ, നമുക്കതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചകത്തിട്ട്. യഥാർത്ഥത്തിൽ ഈ 61 കോടി പിരിച്ചു അല്ലേ അതിലൂടെ. അതെവിടെ പോയി? ഇപ്പോഴും വയനാട്ടിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. സമരം ഉൾപ്പെടെ അവർക്ക് ഈ പുനരധിവാസം മാസം 6000 രൂപയ്ക്ക് ആണ് അവർക്ക് വീട്ടുവാടക അനുവദിച്ചിരിക്കുന്നത്. ഈ 6000 രൂപയ്ക്കൊക്കെ എവിടെ വീട് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇതുവരെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. വെച്ച് കൊടുക്കാനായിട്ട് സ്ഥലം വേണ്ടേ? സ്ഥലം പിന്നെ സർക്കാർ സ്ഥലമുണ്ട്. അതൊക്കെ വേറെ ഓരോരുത്തരുടെ കയ്യിലാണ്, ഓരോ പ്ലാന്റേഷൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ മലയാളം പ്ലാന്റേഷനോ അല്ലെങ്കിൽ ടാറ്റയുടെ കയ്യിലോ ഇങ്ങനെ പോവുകയാണ് ഓരോരുത്തരുടെ കൈകളിലായിട്ട്. അതിപ്പോൾ അവരുടേതായി തീർന്നിരിക്കുകയാണ്. അവരൊന്നും അതൊക്കെ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പുനരധിവാസവും മുടങ്ങി നിൽക്കുന്നു. ഒരു സമയം വരെ ഇവർക്ക് 300 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ഈ മലവെള്ള ഇതിൽ എല്ലാവർക്കും ദുരിതബാധിതർക്കൊക്കെ ഒരു ദിവസം 300 രൂപ വെച്ച്. അതായത് 1 മാസമോ 1.5 മാസമോ എങ്ങാണ്ട് കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞ് കൊടുത്തിട്ടുമില്ല. അത് അനർഹർ പലരും കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. ഈ അനർഹർ എന്ന് പറയുന്നത് ആരായിരിക്കും നമുക്കറിയാമല്ലോ. CPM-ഓ DYFIയോ അല്ലെങ്കിൽ CITUക്കാരോ ഒക്കെ ആയിരിക്കാം, അല്ലാതെ വേറെ ആരുമല്ല. കാരണം അവർക്കാണ് ഇതിനകത്ത് കൂടുതൽ ഇടപെടൽ നടത്താൻ പറ്റുന്നത്. പിന്നെ ഈ പ്രളയം അല്ലെങ്കിൽ ഈ ദുരിതം ഉണ്ടായ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് അത് UDF-ൻ്റെ കയ്യിലിരിക്കുകയാണ്. അവിടേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നുമില്ല. പിന്നെ ഇവർക്ക് പല രേഖകൾക്കായിട്ട് പോലും ഈ വീട്ടുകാരൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്നവർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ കൈ പൈസയില്ല. അവർ താമസിക്കുന്നിടത്തുനിന്ന് വണ്ടിക്കൂലിയും വള്ളക്കാശും മുടക്കി ഈ ഓഫീസുകളിൽ ചെല്ലേണ്ട ഒരു ഗതികേടാണ്. ഇവരുടെ അടുക്കലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്നുമില്ല ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ. അപ്പോൾ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പലരും അന്ന് ഈ ദുരിതം ഉണ്ടായ സമയത്ത് ഓടിയെത്തുകയുണ്ടായി. ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ് സർക്കാരും അനുബന്ധമായിട്ടുള്ള പല സംവിധാനങ്ങളും ഒക്കെ വന്ന് പോവുകയും ചെയ്തു. സന്നദ്ധ സംഘടനകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ പലരും ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ്. 1 വീടോ 50 വീടോ 100 വീടോ വെച്ച് കൊടുക്കാൻ തയ്യാറുള്ളവർ പലരും രംഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ ആരെ സമീപിക്കണം, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും തന്നെ ഒരു എത്തും പിടിയുമില്ലാതെ കിടക്കുകയാണ്. അല്ലാതെ ഇഷ്ടമുള്ളിടത്ത് എനിക്ക് അങ്ങോട്ട് ചെന്നൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് സ്ഥലം വേണം, അവർക്ക് പണം ഏത് തരത്തിൽ കൊടുക്കണം വീട് വയ്ക്കുന്നതിന്, അല്ലെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽ ഏത് തരത്തിൽ അവിടെ കൊടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു സർക്കാർ സംവിധാനത്തിൽ വേണ്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്താണ് ഈ സർക്കാരിന് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതെന്ന് വെച്ചാൽ അന്നേരത്തെ ഇത് കഴിഞ്ഞല്ലോ. എല്ലാവരെയും കൊണ്ടുപോയി പുനരധിവസിപ്പിച്ചു. മാസം 6000 രൂപ വെച്ച് വാടകയും കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ്. ഇത് വലിയ ഫണ്ടും ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, വന്നിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ അങ്ങ് പോവുക. ഈ ദുരിതാശ്വാസ നിധി ഒന്നും എടുത്തൊന്നും ഇവരൊന്നും വിനിയോഗിക്കാൻ പോകുന്നില്ല. ബിരിയാണി ചലഞ്ചിലൂടെ
20,000 രൂപയാണ് തട്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇത് പരാതി നൽകിയത് CPI-യുടെ യുവജന അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. 3 CPM നേതാക്കൾ. ഇതിനകത്ത് എങ്ങാനും ഇങ്ങനെയൊക്കെയുള്ള ബിരിയാണി ചലഞ്ച് അല്ലെങ്കിൽ കുഴിമന്തി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതിനകത്ത് വല്ല അക്കൗണ്ടബിലിറ്റി വല്ലതും ഉണ്ടോ? കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിടുക. ഇവരുടെ ഈ ബക്കറ്റ് പിരിവില്ലേ, ബക്കറ്റ് കൊണ്ട് നടന്ന് തെണ്ടുന്ന പണിയുണ്ടല്ലോ, അത് വൈകുന്നേരമാകുമ്പം ഇത് നിറയുന്നു. ഇതൊക്കെ ഏത് വഴിക്ക് പോകുന്നു? നമ്മളും കൊടുക്കുന്നു. 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ ഒക്കെ ഓരോരുത്തരും ഇടുന്നു. ഈ CPM അല്ലേ ബക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതെ. അപ്പോൾ ഇത് വൈകുന്നേരം ഇതിനൊരു കണക്കുണ്ട്. അതിനൊരു ഓരോരുത്തർ ഇത്ര തന്നു എന്ന് പറഞ്ഞൊരു രസിറ്റ് കുറ്റിയോ ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ്. പിച്ച തെണ്ടുകയാണല്ലോ. എന്നിട്ട് ഇത് കൊണ്ടുപോയി വാരി തിന്നുകയും ചെയ്യുന്നുണ്ട്. ഇത് എത്ര വാരി തിന്നിട്ട് പോലും കണക്കെടുക്കുമ്പോൾ പിന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ബക്കറ്റ് പിരിവിലൂടെ ഇവർക്ക് CPM-ന് കിട്ടിയിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ. ഇപ്പോഴാണ് ഈ ബക്കറ്റ് പിരിവ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. പണ്ട് അവരുടെ എന്ത് കാര്യവും ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനം വരുമ്പോൾ ഇറങ്ങും. ബക്കറ്റ് പിരിവെന്നും പറഞ്ഞായിരിക്കത്തില്ല, കുറ്റിയുമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അതുണ്ടാകും, ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ അവിടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കൊക്കെ അങ്ങനെ പൈസ പിരിക്കാനും പോകാനൊരു മടിയുണ്ട്. കാരണം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഇറങ്ങുന്നില്ല ഇപ്പോൾ. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചലഞ്ച് വെച്ചിരിക്കുന്നത്, ബിരിയാണി ചലഞ്ച്. ഭക്ഷണമല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കയ്യിൽ പണം ഇല്ലാത്തവനും എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്താണ് കയറി ഈ 1,00,000 ചില്ലുവാനും രൂപ വെട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ചെയ്യുന്നതാരാ? DYFI-ക്കാരല്ലേ, അല്ലേ? ഈ DYFI-ക്കാരല്ലേ പത്തനംതിട്ട കഴിഞ്ഞ ദിവസം കേക്ക് മുറിച്ച് അറുമാദിച്ചത്. ഈ കേക്ക് മുറിച്ച് അറുമാദിച്ചതും 50 വണ്ടികൾ ഓടിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് അവിടെ. അതിലൊരു വിഹിതം അവർക്കെന്താ വയനാട്ടിലേക്ക് കൊടുത്തുകൂടാ? അതുകൊണ്ടൊന്നും ആകുന്നില്ല. അതുകൊണ്ടാകുന്നില്ല. പലതുള്ളി പെരുവെള്ളമെന്ന് പറയുന്നത് പോലെ പണ്ടത്തെ നേതാക്കളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ളവരെല്ലാം നല്ല കാശുകാരായി മാറിയിട്ടില്ല. ഇവരെല്ലാം വലിയ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നവരല്ലേ. ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നു എന്നൊക്കെയാണല്ലോ നമ്മുടെ വലിയ മഹതിയായ ചിന്താജൊറം പറയുന്നത്. പൊതിച്ചോറെന്ന് പറയുന്നതാണ് DYFI-യുടെ പര്യായ പദം. അതൊരു ചർച്ചയിലുണ്ടായിരുന്നല്ലോ ഈ മരുന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും. ഹോസ്പിറ്റലിൽ മരുന്നില്ല, പക്ഷേ പൊതിച്ചോറാണ് പ്രധാനം. മരുന്ന് വേണ്ട, പൊതിച്ചോറ് കൊടുക്കും. കാരണം മരുന്ന് കൊടുക്കേണ്ടത് വീണ ജോർജാണല്ലോ, അവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ പൊതിച്ചോറ് എത്തിച്ചു കൊടുത്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. ശാസ്ത്രത്തിന്റെ പുതിയ അറിവായിരിക്കും. അപ്പോൾ ഈ ബക്കറ്റ് പിരിവിൻ്റെ വേറൊരു രൂപമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ബിരിയാണി. കാരണം ബക്കറ്റ് പിരിവിനെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആട്ടും തുപ്പും കല്ലേറും കിട്ടും. അതുകൊണ്ടാണ് ഇവർ ഈ തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭക്ഷണ സാധനങ്ങൾ വിറ്റ് അതിലൂടെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അങ്ങോട്ടേക്ക് പോവുക. അതാണ് അതിനകത്ത് ഇവർ കൈയിട്ട് വാരുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് നമുക്കറിയാമല്ലോ, ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അർഹതപ്പെട്ട കൈകളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ പിന്നെ വഴിവിട്ട രീതിയിൽ ഇത് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ RS ശശികുമാർ കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. ലോകായുക്തയിലും പോയി. കാരണം നമ്മുടെ മുന്നിലുള്ളത് 2018. പിന്നെ ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് എത്രയോ ലക്ഷം രൂപ, പിന്നെ കോടിയേരിയുടെ ഗൺമാൻ്റെ അപകടത്തിൽ മരിച്ചതോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, പിന്നെ ചെങ്ങന്നൂർ MLA-യുടെ കുടുംബത്തിന് അത് പിന്നെ എത്രയോ ലക്ഷം രൂപ അവരുടെ പിന്നെ ലോണോ പിന്നെ അല്ലാതെ ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അർഹതപ്പെട്ട ഇടങ്ങളിലേക്കല്ല ചെന്നിട്ടുള്ളത്. അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ആൾക്കാർക്ക് വേണ്ടി എടുത്ത് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറൊരു പതിപ്പാണ് താഴെത്തട്ടിൽ കാണുന്ന. നമ്മൾ പിന്നെ ഈ DYFI-യുടെ അട്ടഹാസത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. പത്തനംതിട്ടയിൽ നടത്തിയ അവൻ്റെ നടുറോഡിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് നടത്തിയ അവൻ്റെ പിന്നെ അടിയന്തരം, DYFI-യുടെ അടിയന്തരമല്ലേ പത്തനംതിട്ടയിൽ നടന്നത്, പൊതുവിടത്ത്.
അപ്പൊ ഇതൊക്കെ ഇവരുടെ തോന്നിവാസമാണ്, ഇവരുടെ അഴിഞ്ഞാട്ടമാണെന്നുള്ളത്. പോലീസും ചിലപ്പോൾ ഈ കേസ് വെറുതെ ആയിരിക്കുമല്ലേ. ഇതൊക്കെ പിന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതല്ലേ. ആരോ അത് ഉയർത്തിക്കൊണ്ടുവന്നു, അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ. ഇതുപോലെ ഇതിപ്പം ആലപ്പുഴയിൽ നടന്ന സംഭവം, സമാനമായിട്ട് DYFIയോ SFIയോ ഒക്കെ ഇതുപോലെ ഈ പൊതിച്ചോറ് തന്നെ ഇവിടെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പൊതിച്ചോറ് വിൽക്കുന്നവന്മാരും ഉണ്ട് ഇതിനകത്ത്, അല്ലാതെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ വിറ്റിട്ട് പൈസയും കൊണ്ടുപോകുന്നവരുണ്ട്. ഇതിപ്പോൾ ബിരിയാണി വിറ്റു, അതിൻ്റെ വിഹിതം വയനാടിനെന്നും പറഞ്ഞ് അതിൻ്റെയും കൊണ്ടുപോയി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ DYFIയും SFIയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു കൂലിപ്പണിക്കാരനേക്കാൾ വരുമാനം എന്തായാലും ഈ നേതാക്കൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള. ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. പേരിന് നമ്മുടെ പ്രകൃതി ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്നുള്ളത്. അവരെ കാര്യം എന്തായാലും ഗോവിന്ദ. അതെ.